പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾ ലക്ഷ്യമാക്കി നടത്തുന്ന കരയുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന ആശങ്ക ശക്തമായി. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണിപ്പോൾ. ലെബനിലെ ഹിസ്ബുള്ള താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന കരയുദ്ധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു. ലെബനിലെ തന്ത്രപ്രധാനമായ ഉയർന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും സൈനിക സാന്നിധ്യം ശക്തമാക്കാനുമാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് ലഭിച്ചിരിക്കുന്ന പുതിയ നിർദ്ദേശം. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന ആശങ്കയാണ് ശക്തമാക്കുന്നത്. അതേസമയം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സംയുക്തമായാണ് സൈനിക മുന്നേറ്റത്തിന് അനുമതി നൽകിയത്. അതിർത്തി ഗ്രാമങ്ങളിലെ ഇസ്രായേൽ പൗരന്മാർക്ക് നേരെ ഹിസ്ബുള്ള നടത്തുന്ന മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങൾ തടയുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ലെബനനുള്ളിലെ ഉയർന്ന പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ ഹിസ്ബുള്ളയുടെ വിക്ഷേപ കേന്ദ്രങ്ങളെയും നിരീക്ഷണ സംവിധാനങ്ങളെയും എളുപ്പത്തിൽ തകർക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. ഹിസ്ബുള്ള ഇനിയും കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഉത്തരവിട്ടുകൊണ്ട് നെതന്യാഹു അന്ന് പ്രതികരിച്ചത്. യുദ്ധം ലെബനനിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയ 59-ലധികം പ്രദേശങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ പലായനം ചെയ്തു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇസ്രായേലിൽ നിന്നും ലെബനനിൽ നിന്നും എത്രയും വേഗം ഒഴിഞ്ഞു പോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ വിമാന സർവീസുകളെയും യുദ്ധം ബാധിച്ചിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ. അലി ഖമനിയുടെ വധത്തിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണ ഭീഷണി നിലനിൽക്കെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ഈ പുതിയ നീക്കം മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റിയെഴുതാൻ സാധ്യതയുമുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.